അന്വേഷണത്തിന് വഴിതെറ്റുന്നു എന്നാണ് സൂപ്പർ പ്രൈം ടൈം ആദ്യം ചർച്ച ചെയ്യുന്നത്. ശ്രീ PM മനോജ്, ഇപ്പോൾ ജുഡീഷ്യൽ അന്വേഷണമാണ് സർക്കാർ ആദ്യം തീരുമാനിച്ചത്. പരാതിയില്ല എന്നതിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്ന് മനസ്സിലാക്കുന്നു. ഇപ്പോൾ പരാതി വന്ന സ്ഥിതിക്ക് പോലീസ് അന്വേഷണത്തിലേക്കും പോവുകയാണ്. പക്ഷേ ഒരു മാധ്യമ സ്ഥാപനത്തെ പ്രതിക്കൂട്ടിൽ നിർത്തിക്കൊണ്ടുള്ള പോലീസ് അന്വേഷണം എന്ന പ്രതീതി വരാതെ വസ്തുതാന്വേഷണത്തിലേക്ക് പോകാൻ എത്രമാത്രം കഴിയും? അല്ല, അത് രണ്ടാണ്. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഫാക്ട് ഫൈൻഡിംഗ് ആണ്. ഒരു ജുഡീഷ്യൽ കമ്മീഷനെ വയ്ക്കുന്നു, എന്താണ് സംഭവിച്ചത്, വസ്തുതകൾ എന്താണ് എന്ന് കണ്ടെത്താനാണ് ജുഡീഷ്യൽ അന്വേഷണം. പോലീസിൻ്റെ അന്വേഷണവും നടപടി എന്ന് പറയുന്നത് പ്രോസിക്യൂഷനാണ്. പോലീസ് ഒരു കുറ്റകൃത്യം നടന്നു, അതിൻ്റെ FIR ഇടുന്നു, ബാക്കി പരാതി സ്വീകരിക്കുന്നു, അതിൻ്റെ അടിസ്ഥാനത്തിൽ FIR ഇടുന്നു, അതിനനുസരിച്ച് ഏതൊക്കെ കുറ്റകൃത്യങ്ങളാണ് അന്വേഷിച്ച് FIR ഇടുന്നു, കേസ് പ്രോസിക്യൂഷൻ ലെവലിലേക്ക് നീങ്ങുന്നു. ഇത് രണ്ടാണ്. രണ്ടും സൈമിൾട്ടേനിയസ് ആയിട്ട് തന്നെ പോകും. കാരണം ചില പ്രത്യേക വിഷയങ്ങൾ ഇപ്പോൾ ഉണ്ടായത് ഒരുപാട് പ്രശ്നങ്ങളാണ്. ഇപ്പോൾ ഒരു മാധ്യമം ലോഞ്ച് ചെയ്യുന്നു, ആ ലോഞ്ച് ചെയ്യുന്നതിൻ്റെ ഭാഗമായിട്ട് വളരെ മോശമായ, ഇതുവരെ കേരളമോ ഇന്ത്യയോ കണ്ടിട്ടില്ലാത്ത രീതിയിലുള്ള വൃത്തികെട്ട വാർത്ത പുറത്തു വരുന്നു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിൽ ആ വാർത്ത സൃഷ്ടിക്കപ്പെട്ടത് വാർത്തയാണോ അതോ വ്യാജ സൃഷ്ടിയാണോ, അതല്ല ഇതിനു വേണ്ടി സൃഷ്ടിക്കപ്പെട്ടതാണോ, അതിൽ മാധ്യമപ്രവർത്തകർ പങ്കെടുത്തിട്ടുണ്ടോ എന്നൊക്കെയുള്ള ചർച്ചകൾ വളരെ രൂക്ഷമായിട്ട് സമൂഹത്തിൽ എങ്ങനെ നിൽക്കുകയാണ്. അതിൻ്റെ അടിസ്ഥാനത്തിൽ എന്താണ് സംഭവിച്ചത്, എന്നാൽ അതിൻ്റെ ഇമ്പാക്റ്റ് എന്ന് പറയുന്നത് കേരളത്തിലൊരു മന്ത്രി തന്നെ രാജിവെക്കേണ്ടി വരികയാണ്, മന്ത്രി രാജിവെച്ച് പോവുകയാണ്. അപ്പോൾ അത് കൃത്യമായി എന്താണ് സംഭവിച്ചത്, എന്താണ് അതിന് പിന്നിലുള്ള വസ്തുത, അത് കണ്ടെത്തുക എന്നുള്ളത് ഒരു ഗവൺമെൻറ്റിൻ്റെ കടമയാണ്. അതോടൊപ്പം തന്നെ ഇതിന് പിന്നിൽ നടന്ന കുറ്റകൃത്യം നടന്നിട്ടുണ്ടോ, കുറ്റകൃത്യം നടന്നിട്ടുണ്ടെങ്കിൽ അത് വസ്തുതാന്വേഷണം നടത്തിയിട്ട് അവിടെ വെക്കുകയല്ല വേണ്ടത്. കുറ്റകൃത്യമായിട്ട് തന്നെ നിയമത്തിന് മുന്നിലെത്തണം. അങ്ങനെ നിയമത്തിന് മുന്നിലെത്താനുള്ള പരാതികൾ കിട്ടണം. പരാതികൾ കിട്ടി. ഒന്ന്, മലപ്പുറത്തുള്ളൊരു പെൺകുട്ടിയുടെ പരാതി, ആ പെൺകുട്ടിയെക്കുറിച്ച് മോശമായ ചിത്രങ്ങൾ സോഷ്യൽ മീഡിയയിൽ വ്യാപകമായി പ്രചരിപ്പിക്കുന്നു. 2, വനിതാ മാധ്യമ പ്രവർത്തകരുടെ പരാതി. വനിതാ മാധ്യമ പ്രവർത്തകർക്ക് ഇത് നടത്തിയത് എന്താണോ അത് വനിതാ മാധ്യമ പ്രവർത്തകരെ ഒരു മാധ്യമം ദുരുപയോഗിച്ചു കൊണ്ടാണ് എന്ന വാർത്ത പുറത്തു വരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിൽ വനിതാ മാധ്യമ പ്രവർത്തകർ ആകെ ഒരാളല്ല, ഒരു സ്ഥാപനത്തിലുള്ളവരല്ല, അവരുടെ തൊഴിലും അവരുടെ മാന്യതയും അവരുടെ സമൂഹത്തിലെ നിലനിൽപ്പ് തന്നെ പരിഹസിക്കപ്പെടുന്ന അവസ്ഥ വരുന്നു. അവർ സങ്കടത്തോടെ പരാതി നൽകുന്നു. അതുപോലെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട് വിഷമങ്ങൾ അനുഭവിച്ചിട്ടുള്ള ആളുകൾ പരാതി കൊടുക്കുന്നു. സ്വാഭാവികമായും എല്ലാ കേസും അന്വേഷിക്കും. അത് പോലീസ് കേസാണ്, അത് പ്രോസിക്യൂഷനാണ്. അപ്പോൾ കുറ്റം ചെയ്തവർ വ്യാജരേഖ ചമച്ചിട്ടുണ്ടോ, അല്ലെങ്കിൽ വ്യാജമായി സമീപിച്ചിട്ടുണ്ടോ, അശ്ലീല പ്രചാരണം നടത്തിയിട്ടുണ്ടോ, അശ്ലീല സംപ്രേഷണം നടത്തിയിട്ടുണ്ടോ, ഇങ്ങനെ നിരവധി ചോദ്യങ്ങളുണ്ട്. ഈ ചോദ്യങ്ങൾക്കൊക്കെയുള്ള ഉത്തരം ഈ 2 അന്വേഷണങ്ങളിലൂടെ വരും. അത് ജുഡീഷ്യൽ അന്വേഷണത്തിലൂടെ ചോദ്യങ്ങൾക്ക് ഉത്തരം വരും. എന്നാൽ പോലീസ് നടപടിയിലൂടെ ഇത് കുറ്റവാളികൾ കൃത്യമായി നിയമത്തിന് മുന്നിലെത്തുകയും ചെയ്യും. രണ്ടും ഇൻ്റഗ്രേറ്റഡ് ആണ്, സൈമിൾട്ടേനിയസ് ആണ്. അഡ്വക്കേറ്റ് മായ കൃഷ്ണൻ, സർക്കാർ ആദ്യം ഈ വിഷയത്തെ സമീപിച്ചത് പരാതിക്കാരില്ലാത്തതുകൊണ്ട് ജുഡീഷ്യൽ അന്വേഷണത്തിലേക്ക് പോകുന്നു എന്ന നിലയിലാണ്. പക്ഷേ അന്ന് തന്നെ നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടിയ ഒരു കാര്യമുണ്ട്, പോലീസിന് ഈ കാര്യത്തിൽ കേസെടുക്കാൻ കഴിയുമെന്ന്. ഇതിൽ ഗൂഢാലോചന അടക്കമാണ് ആക്ഷേപമായി ഉയർന്നത്. അതെല്ലാം പരിഗണിച്ചുകൊണ്ട് പോലീസിന് മുന്നോട്ട് പോകാൻ കഴിയും. പക്ഷേ അങ്ങനെ ഒരു സമീപനമല്ല സർക്കാർ അന്ന് പുലർത്തിയതെന്ന് മാത്രമല്ല, സർക്കാരിനെ തടസ്സപ്പെടുത്തിയ മറ്റൊരു വിചാരമായി കേട്ടത് ഒരേ സമയം 2 തരം അന്വേഷണം കഴിയില്ല എന്നുമാണ്. പിന്നെയും നിയമവൃത്തങ്ങൾ ചൂണ്ടിക്കാട്ടുകയുണ്ടായി അങ്ങനെ ഒരു തടസ്സവുമില്ല. അപ്പോൾ ഈ 2 തടസ്സങ്ങളും ഇപ്പോൾ നീങ്ങിയിരിക്കുകയാണ്. ഒന്ന്, പരാതിക്കാർ വന്നിരിക്കുന്നു, 6ഓളം പരാതികളുണ്ട്. പിന്നെ മറ്റൊന്ന്, ജുഡീഷ്യൽ ഈ പരിശോധന നടക്കുമ്പോൾ പോലും പരാതിയുള്ള ഘട്ടത്തിൽ പോലീസിന് ഈ വിഷയത്തിൽ അന്വേഷണവുമായി മുന്നോട്ട് പോകാമെന്ന്. ഇത് ആദ്യ ദിവസം തന്നെ സാധ്യമാകുന്നതായിരുന്നില്ലേ? സർക്കാർ ഇപ്പോൾ ആ കാര്യത്തിൽ ഒരു സാവകാശം എടുത്തത്, സർക്കാരിന് ഈ കാര്യത്തിലൊരു ആശയക്കുഴപ്പം വന്നത്, സർക്കാർ ഇക്കാര്യത്തിലൊരു പോലീസ് നടപടിയിലേക്ക് പോകണോ എന്നത് വിവേകപൂർവ്വം ഒഴിവാക്കാൻ ആലോചിച്ചതൊക്കെ എന്തിൻ്റെ സൂചനയാണ്? ഇതിൽ അന്ന് ആദ്യത്തെ ദിവസം തന്നെ ഇതിൽ 2 തരത്തിലുള്ള അന്വേഷണത്തിന് യാതൊരുവിധ തടസ്സവും ഉണ്ടായില്ല. ജുഡീഷ്യൽ അന്വേഷണം എന്ന് പറയുന്നത് ഒരു ഫാക്ട് ഫൈൻഡിംഗ് ആണ്, വസ്തുതാ ശേഖരണമാണ് അതിൽ നടക്കുന്നത്. രണ്ടാമതായി, അത് പോലീസിൻ്റെ ഭാഗത്ത് നിന്ന് അന്വേഷണം കൃത്യമായി ഉണ്ടാകേണ്ടതാണ്. കാരണം ഇതിൻ്റെ പിന്നിൽ ഗൂഢാലോചനയുണ്ട്, അതുപോലെ എന്തെങ്കിലും തരത്തിലുള്ള ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ടോ എന്നുള്ളത് അടക്കം അന്വേഷിക്കണം. പിന്നീട് ഇതിലെ ഒരു പെൺകുട്ടിയുണ്ട് എന്ന് പറയുന്നു. അവർ ആ പറഞ്ഞിട്ടുള്ള ഈ മാധ്യമ സ്ഥാപനം ആ പെൺകുട്ടി ആരാണെന്ന് ഇതുവരെ പറഞ്ഞിട്ടില്ല.
ആ പെൺകുട്ടിയുടെ ജീവന് തന്നെ അപകടമാണോ എന്നുള്ള തരത്തിലുള്ള അന്വേഷണവും നടത്തേണ്ടതാണ്. അത് സർക്കാരിൻ്റെ ഉത്തരവാദിത്വമാണ്. അത്തരത്തിലുള്ള ഉത്തരവാദിത്വത്തിൽ നിന്ന് പിൻവാങ്ങുന്നതായിട്ടാണ് ആദ്യമേ നമുക്ക് സംശയം തോന്നിയത്. പിന്നീട് ഇത് പരാതിക്കാരി ഇല്ലെങ്കിലും ഉണ്ടെങ്കിലും സർക്കാരിന് നേരിട്ട് ഇതിൽ കേസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നതിനെ ഈ പോലീസ് ഏജൻസികൾക്ക് ഇതിൽ കേസ് എടുക്കണമെന്ന് തീരുമാനിക്കുന്നതിന് യാതൊരുവിധ തടസ്സവുമില്ല. കാരണം ഇത് ഏതൊക്കെ തരത്തിൽ നമുക്ക് ഇനിയും വെളിവായിട്ടില്ല. ഇതിൽ ഏതൊക്കെ തരത്തിലുള്ള ഗൂഢാലോചനയാണ്, ക്രിമിനൽ ഇൻറ്റിമിഡേഷനാണ്, ബ്ലാക്ക് മെയിലിംഗ് എന്തെങ്കിലും നടന്നിട്ടുണ്ടോ, ഇത് ഒരു ഗവൺമെൻറ്റിനെ തന്നെ അവർ പറയുന്നത് വീണ്ടും വീണ്ടും ഇനിയും ഉണ്ട് എന്നുള്ള തരത്തിൽ ഇത് ആരാണ് ഇതിൻ്റെ സോഴ്സ് എന്ന് ഞാൻ പറയില്ല എന്ന് പറയുന്ന തരത്തിലാണ് നമ്മുടെ മാധ്യമത്തിൽ നിന്ന് ഇപ്പോഴും നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ അത്തരത്തിൽ ഈ പെൺകുട്ടി എന്ന് പറയുന്നത് സ്റ്റേറ്റിൻ്റെ ഉത്തരവാദിത്വമല്ലേ? അത് അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ ഇത് ഇവർ പറയുന്നത് ഇപ്പോൾ അഗതിയായ ഒരു പെൺകുട്ടി എന്ന് പറയുന്നു. അങ്ങനെയാണെങ്കിൽ ഒരു പരാതിക്കാരി നിലവിൽ ആ പെൺകുട്ടിയെ, അതായത് ഇവർ പറയുന്ന ആ പെൺകുട്ടി എവിടെ ജീവിച്ചിരിപ്പുണ്ടോ, അത് എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടോ എന്ന് പോലും നമ്മൾ ആശങ്കപ്പെടേണ്ടിയിരിക്കുന്നു. കാരണം അതൊരു തെളിവാണ്. ആ തെളിവ് നശിപ്പിക്കുന്നതടക്കമുള്ള കാര്യങ്ങൾ നമ്മൾ അങ്ങനെ സംശയിച്ച് തന്നെ അന്വേഷണം മുന്നോട്ട് പോകേണ്ട ഒരു സാഹചര്യത്തിൽ ജുഡീഷ്യൽ എൻക്വയറി മാത്രമായി നിലനിർത്തുവാൻ സർക്കാർ ഈ 4 ദിവസം തീരുമാനിച്ചത് ഒട്ടും ശരിയായില്ല. ഇപ്പോഴെന്താണേലും പോലീസ് അന്വേഷണം നടത്തുമെന്ന് തീരുമാനമെടുത്തിട്ടുള്ളത് വളരെ നന്നായി. കാരണം എത്രയും വേഗം പോലീസിന് 24 മണിക്കൂറിനുള്ളിൽ അന്വേഷിച്ച് കണ്ടുപിടിക്കാവുന്ന ഒരു കാര്യമാണിത്. അത് വളരെ വേഗത്തിൽ അന്വേഷിച്ച് അതിൻ്റെ കൃത്യമായി FIR ഇട്ടുകൊണ്ട് കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ട് ഇതിന് പിന്നിൽ എന്തെല്ലാം തരത്തിലുള്ള ഗൂഢാലോചന, എന്തെല്ലാം തരത്തിലുള്ള ബ്ലാക്ക് മെയിലിംഗ്, എന്തെല്ലാം തരത്തിലുള്ള ക്രിമിനൽ ഇൻറ്റിമിഡേഷൻ അടക്കമുള്ള എന്തെല്ലാം കാര്യങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് നടന്നിട്ടുണ്ട് എന്നുള്ളത് കൃത്യമായി പുറത്തു വരേണ്ടിയിരിക്കുന്നു. ഇതുപോലെ ഉണ്ടെന്നാണ് പറയുന്നത്. അത്തരത്തിൽ എന്തെങ്കിലും നടന്നിട്ടുണ്ടോ? കാരണം ഇത് ജനാധിപത്യ സംവിധാനത്തെ തന്നെ തകർക്കുന്ന തരത്തിലാണ്. ഒരു മാധ്യമത്തിൻ്റെ സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് അത് റൈറ്റ് ടു പ്രൈവസി എന്ന് പറയുന്നതുമായി എത്ര തന്നെ വേർതിരിഞ്ഞ് നിൽക്കേണ്ടതാണ് എന്നുള്ളതും ആർട്ടിക്കിൾ 21 ആണോ ആർട്ടിക്കിൾ 19 ആണോ വലുതെന്നുള്ളതുമായിട്ടുള്ള പല തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ഇതുമായി ബന്ധപ്പെട്ടുള്ളത്. അത് മാധ്യമത്തിന് ലോഞ്ച് ചെയ്യുവാൻ വേണ്ടി ഒരു ക്രിമിനൽ ആക്ടിവിറ്റി നടത്തിക്കൊണ്ടല്ല, കുട്ടികൾ അടക്കമുള്ള ആളുകൾ വീടിനുള്ളിൽ നിന്ന് ഇറങ്ങിപ്പോകൂ, ഞങ്ങൾ വാർത്ത സംപ്രേഷണം ചെയ്യാൻ പോകുന്നു എന്ന തരത്തിലുള്ള അനൗൺസ്മെൻറ്റുമായി ഒരു മാധ്യമം ഇവിടെ രംഗത്തെത്തിയിരിക്കുന്നു. അതിൽ കൃത്യമായ അന്വേഷണം നടത്തേണ്ടതാണ്. നടത്തി അതിൽ കൃത്യമായി കുറ്റകൃത്യമാണ് എന്നുള്ളത് കൃത്യമായി തെളിഞ്ഞുകൊണ്ട് കൃത്യമായി അന്വേഷണം നടത്തിക്കൊണ്ട് അതിൽ ശിക്ഷ വാങ്ങിക്കൊടുക്കത്തക്ക തരത്തിൽ കൃത്യമായ അന്വേഷണം ഗവൺമെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് നടത്തേണ്ടതുണ്ട്. ശരി, ശ്രീ KM ഷാജഹാൻ, ഇവിടെ ശശീന്ദ്രന് നീതി കിട്ടുക എന്നതിലേക്ക് സർക്കാർ സംവിധാനങ്ങൾ പോകുമോ? എന്ന് വെച്ചാൽ ഈ മാധ്യമ സ്ഥാപനം വല്ലാത്തൊരു തെറ്റ് ചെയ്തിരിക്കുന്നു, അതേത് രൂപത്തിലും ഇല്ലാതാക്കപ്പെടേണ്ടതാണ് ആ തെറ്റ്. അതിൻ്റെ ഭാഗമായി ആ മാധ്യമ സ്ഥാപനത്തെയും പ്രതിരോധത്തിലാക്കുക, അങ്ങനെ അധികാരത്തിൽ നിന്ന് ഒഴിയേണ്ടി വന്നിരിക്കുന്ന ഘട്ടത്തിൽ ആ വ്യക്തിക്ക് നീതി കിട്ടാൻ വേണ്ടി സർക്കാർ ഉണർന്നു പ്രവർത്തിക്കുന്നു. അങ്ങനെ ദുരുദ്ദേശപരമായൊരു നീക്കമായി താങ്കൾ ഇതിനെ കാണുന്നുണ്ടോ? ഇല്ല, അങ്ങനെ അല്ലാതെ പിന്നെ എന്താണ് കാണുന്നത്? ഇവിടെ PM മനോജ് ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ച് പറഞ്ഞു, പോലീസ് അന്വേഷണത്തെക്കുറിച്ച്. ജുഡീഷ്യൽ അന്വേഷണത്തെക്കുറിച്ചും പോലീസ് അന്വേഷണത്തെക്കുറിച്ചും PM മനോജ് തിയറി ഇവിടെ പറഞ്ഞു. ജുഡീഷ്യൽ അന്വേഷണത്തിൽ കൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നത്, പോലീസ് അന്വേഷണത്തിൽ കൂടി എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പറഞ്ഞു. ഇത് തിയറിയാണ്. ഇപ്പോൾ പോലീസ് അന്വേഷണം നടക്കുന്നു എന്ന് പറഞ്ഞു. ഈ പോലീസിൻ്റെ അടുത്ത് ഇപ്പോഴത്തെ കേരള